ഹലോ ചങ്ങായിമാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു 5 മാസം മുന്നേ ഫ്ലോറൊക്കെ വിരിച്ച് പോകുന്നതാണ്. ആ സൈറ്റിൽ അപ്പോസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. അപ്പോസ് ചെയ്യാൻ പോയിട്ടുള്ള ഫുള്ള് സാധനങ്ങളുടെ ഉള്ളിലാണുള്ളത്. എല്ലാ മെറ്റീരിയലും കിടക്കയും കട്ടിലും ഞാൻ പറഞ്ഞില്ല, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലാണ്. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് അപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ താൽക്കാലികമായിട്ട് ഇവരൊന്ന് കുടിയിരുന്നു. അവിടെ ഒരു 10 ദിവസം താമസിച്ചൊക്കെ പോയതിൻ്റെ ഒരു ക്ഷീണം നമുക്ക് നല്ല പോലെ ഉണ്ട്. അത്യാവശ്യത്തിലേറെ സാധനങ്ങൾ മാറ്റിയതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി കടക്ക, കട്ടിൽ, കവറ്, ടാർപ്പായ, എന്തിനു പറയും, എല്ലാ സാധനങ്ങളുടെ ഉള്ളിൽ അലമ്പാക്കിയിട്ടിട്ടാണ് ഈ ടീം പോയിട്ടുള്ളത്. നമ്മൾ വന്നപ്പോൾ A to Z ക്ലീനിങ്ങിന് ശേഷം മാത്രമേ നമുക്ക് അപ്പോസി എന്നുള്ളൊരു സംഭവത്തേക്ക് നീങ്ങാൻ പറ്റുന്നുള്ളൂ. അതിനാദ്യം വേണ്ടത് ഫുള്ള് സാധനം ഒഴിവാക്കുന്നതൊക്കെ. എല്ലാം മഴ, അത്യാവശ്യത്തിലേറെ പുറത്ത് മഴയാണ്. പക്ഷെ നമ്മളാ കഴിയുന്ന രീതിയിൽ ഒരു ഷീറ്റൊക്കെ കെട്ടി ആ ഭാഗത്തേക്ക് ഇതിനുള്ളിലുള്ള സാധനങ്ങൾ മഴ നനയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ള് സാധനങ്ങളും ക്ലീനാക്കി നമ്മൾ ആദ്യം വീഡിയോൻ്റെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു നല്ല മഴയായിരുന്നു പുറത്ത്. പക്ഷേ ടൈൽസും പണി ആയതുകൊണ്ട് നമ്മളെ മഴ അത്ര ബാധിക്കില്ല. നമ്മുടെ ഉള്ളിലാണ് അത്യാവശ്യം പണിയെല്ലാം ചെയ്യാനുള്ളത്, ചെയ്ത് തീർക്കാനുള്ളത്. പുറത്ത് മഴ അങ്ങനെ പെയ്യുന്നു, ഞങ്ങൾ ഉള്ളിൽ അങ്ങനെ പണിയെടുക്കുന്നു. ക്ലീനിങ് ഒക്കെ എത്ര പെട്ടെന്ന് കഴിഞ്ഞോളൂ. ക്ലീനിങ്ങൊക്കെ ശേഷം നമ്മൾ അപ്പോസി ഓപ്പണാക്കിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോസി ചെയ്യുന്ന നമ്മളെ വീട്ടിലൊക്കെ ഫ്ലോറിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയും നല്ല പോലെ ഈ ഒരു ആദ്യം ജെല്ല് നല്ല പോലെ മിക്സ് ആക്കണം. കാരണം കുറേ ദിവസം ബോട്ടിൽ ഇങ്ങനെ കിടന്നതുകൊണ്ട് കുറച്ച് ഹാർഡായിരിക്കും. അതിക്ക് വെച്ചാൽ ഫുൾ ഹാർഡനർ ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. എത്ര കണ്ട് മിക്സ് ചെയ്യുന്നതോ അത്ര കൊണ്ട് സെറ്റിങ് നന്നായിരിക്കും. നമ്മൾ പെട്ടെന്ന് സൂത്രപ്പണിക്ക് വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മിക്സാക്കി ചെയ്താൽ കുറച്ച് കാലത്തിന് ശേഷം അത് പറഞ്ഞു പോകുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നല്ല പോലെ മിക്സാക്കുക. കുറച്ച് സമയം 2-3 മിനിറ്റ് മിക്സാക്കും തോറും നല്ലതാണ്. നല്ല എന്താ പറയുക, ജെല്ല് പോലെ നമുക്ക് ഫ്ലോറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ മിക്സാക്കുക. അപ്പോൾ നമ്മൾ 2 പേരാണ് ചെയ്യുന്നത്. ഒരാൾ ക്ലീനിങ് ചെയ്തതിൻ്റെ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒരാളിപ്പോൾ ഇത് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മിക്സാക്കി റെഡി ആകുമ്പോഴേക്കും നമ്മളെ ഫ്രണ്ട് നമ്മളെ കൂടെ വരും. അങ്ങനെ 2 പേരും പാടെ ഇരുന്ന് ഒറ്റയടിക്ക് തേക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഫുള്ള് മിക്സാക്കി ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് നമ്മൾ മിക്സാക്കാറുണ്ട്. അതിന് ശേഷം ഫ്ലോറിൽ അപ്ലൈ ചെയ്ത് തുടങ്ങും.
ഏകദേശം ഫ്ലോറിലെല്ലാ ജോയിൻറ്റും നമ്മൾ പിന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ക സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യൽ. അത്യാവശ്യം പിന്നെ വലിയൊരു സ്പോഞ്ച് കട്ട് ചെയ്ത് മേടിച്ചിട്ട് പിന്നെ നമ്മൾ റൗണ്ടിൽ സ്ക്രബ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ചെറിയ സ്പോഞ്ച് ആകുമ്പോൾ ഏരിയ കുറയും, വലിയ സ്പോഞ്ച് ആകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ സ്മൂത്തായിട്ട് സ്പീഡിൽ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വലിയ സ്പോഞ്ചാണ് യൂസ് ചെയ്യൽ. ഏകദേശം ഇതൊരു 6x4 ടൈൽസാണ്. അപ്പോൾ എല്ലാം ചെയ്തിട്ടുള്ളൊരു ഫിനിഷിങ് ലുക്കാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് ക്ലീനാക്കി പിന്നെ വാഷ് ചെയ്തതിന് ശേഷമുള്ളൊരു ടോട്ടൽ ലുക്കാണ് നമുക്ക് ഈ പിന്നെ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ലൈനൊക്കെ പക്കയാണ്, പിന്നെ ജോയിൻറ്റുകളെല്ലാം പക്കയാണ്. 6x4 നിലവിൽ ടൈൽസ് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനിഷിങ് പിന്നെ ഇൻറ്റീരിയലും പിന്നെ എല്ലാം കൂടി വന്നപ്പോൾ വീടിന് അത്യാവശ്യം ലോ ബഡ്ജറ്റിലൊരു വീടാണ്. അത്യാവശ്യം കാണാൻ ചുറുക്കുള്ളൊരു വീടായി മാറിയിപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ പിന്നെ എന്താ പറയുക, വീടിൻ്റെ ഫുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ചെറിയ ബഡ്ജറ്റിൽ ആരെങ്കിലും വീടൊക്കെ ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ പറ്റിയൊരു വീടാണ് ഇട്ടത്. അത്യാവശ്യം മൊഞ്ചാണ് കാണാൻ. ഏകദേശം ഒരു 20-25 ലക്ഷം ഉറുപ്പ്യക്ക് വീട് തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വീടാണ് ഇട്ടത്. കണ്ടിരുന്നു പോവും. പിന്നെ എല്ലാവർക്കും ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ വീടിൻ്റെ ഓണർ.